കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ജൂനിയർ ക്ലർക്ക്, സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ് എന്നിങ്ങനെ പറഞ്ഞിട്ട് തരംതിരിച്ചിട്ടാണ് ഇപ്പം പുതിയ നോട്ടിഫിക്കേഷൻസ് വരാറുള്ളത്. അങ്ങനെ വന്നിരിക്കുന്നത് ആദ്യത്തെ സൂപ്പർ ഗ്രേഡ് എക്സാം 12/10/2020, അതായത് ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് സ്പെഷ്യൽ ഗ്രേഡ് എക്സാമിനേഷൻ സർവീസ് സഹകരണ ബോർഡ് നടത്തിയിട്ടുള്ളത്. അതിൽ ഇംഗ്ലീഷിൻ്റെ 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നല്ല നിലവാരമുള്ള ഒരു എക്സാം ആയിരുന്നു സ്പെഷ്യൽ ഗ്രേഡ് എക്സാം എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആദ്യമായി വന്നത് വാട്ട് ഡസ് ദി സെൻറ്റൻസ് മീൻ എന്നാണ്. എന്നിട്ട് നമുക്ക് തന്നു ദ ന്യൂസ് ഈസ് ടു ഗുഡ് ടു ബി ട്രൂ എന്നാണ്. സാധാരണ രീതിയിൽ ടു എന്ന പ്രയോഗം സോ ദാറ്റ് നോട്ട് ചേർത്ത് എഴുതാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. സോ ദാറ്റ് നോട്ട് ടു ചേർത്ത് എഴുതിയ വാചകം സോ ദാറ്റ് നോട്ടിലേക്ക് നമ്മളോട് മാറ്റി എഴുതാൻ ആവശ്യപ്പെടാറുണ്ട്. ടു തന്നെ എന്ത് ചെയ്യാറുണ്ട്? സോ ദാറ്റ് നോട്ട് ടു ചേർത്ത് എഴുതിയ വാചകത്തെ സോ ദാറ്റ് നോട്ടിലേക്കും സോ ദാറ്റ് നോട്ട് ചേർത്ത് എഴുതിയ വാചകത്തെ ടുലേക്കും ചേർത്ത് എഴുതാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു കണ്ടൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോറിലേറ്റീവ് കൺജങ്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കുട്ടികൾ ആദ്യം തന്നെ കാണുമ്പോൾ മീനിങ് ചോദിക്കുമ്പോൾ സ്വാഭാവികം, പക്ഷേ ടു ചേർത്ത് എഴുതിയ വാചകത്തെ സോ ദാറ്റ് നോട്ടിൽ എങ്ങനെ മാറ്റി എഴുതാം എന്നറിയുന്ന കുട്ടിക്ക് ഇത് വിഷമമില്ല. ക്ലാസ് റൂമിൽ ചർച്ച ചെയ്ത ഒരു ചോദ്യമാണ്. യെസ്, അപ്പോൾ സ്വാഭാവികമായും ആൻസർ വരിക സി എന്നതാണ്. ദ ന്യൂസ് ഈസ് സോ ഗുഡ് ദാറ്റ് ഇറ്റ് കനോട്ട് ബി ട്രൂ. അതാണ് അതിൻ്റെ മീനിങ്. ഏത്? ദ ന്യൂസ് ഈസ് ടു ഗുഡ് ടു ബി ട്രൂ എന്നതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ആൻസർ സി എന്നതാണ്. ദെൻ സെക്കൻഡ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഈസ് കറക്റ്റ്. താഴെ കൊടുത്ത വാചകങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ്. എന്ന് പറഞ്ഞ അർത്ഥം ഇത് ഡയറക്റ്റിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റി. ആ ഇൻഡയറക്റ്റ് ഫോം എന്താണെന്നാണ് നമ്മളോട് ചോദ്യം. അപ്പോൾ ഇൻഡയറക്റ്റ് ഫോമിലേക്ക് പോകുന്ന സമയത്ത് ആൻസർ അരുൺ സെഡ് ദാറ്റ് ഹിസ് പേഴ്സ് ഹാഡ് ബീൻ സ്റ്റോളൻ എന്നതാണ്. 4 വാചകങ്ങൾ തന്നിട്ട് അതിൽ ശരിയായ വാചകം നമ്മളോട് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ ശരിയായ ആൻസർ എ എന്നതാണ്. ഡയറക്റ്റിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റിയൊരു വാചകമാണ് അത്. മൂന്നാമത്തത്, തേന്മാങ്കൊമ്പത്ത് എന്ന ചലച്ചിത്രം കണ്ടവരാണെങ്കിൽ അതിൽ പപ്പു പറയുന്ന ഒരു ഡയലോഗ്, താൻ ആരാണെന്ന് തനിക്കറിയില്ല എങ്കിൽ താൻ എന്നോട് ചോദിക്കൂ താൻ ആരാണെന്ന്. അതേ ഒരു പ്രയോഗമാണ് ഇൻഡയറക്റ്റ് ഫോമിലുള്ളൊരു ചോദ്യമാണ്. കുട്ടികളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? പിക്ക് ഔട്ട് ദ കറക്റ്റ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ശരിയായ ചോദ്യവാചകം തിരഞ്ഞെടുക്കാനാണ്. അങ്ങനെ വരുമ്പോൾ അവനെവിടെയാണെന്ന് ഡു യു നോ വേർ ഹീ ലിവ്സ്, ഡു യു നോ വേർ ഹീ ലിവ്സ്, അവൻ എവിടെ താമസിക്കുന്നു എന്ന്. ഡു യു നോ വേർ ഹീ ഈസ്, ഡു യു നോ ഹൂ ഹീ ഈസ് എന്ന് ചോദിക്കുന്ന അതേ പ്രയോഗമാണ്. അപ്പോൾ ആൻസർ എന്താ വരിക? ഡി എന്നതാണ്. ഡു യു നോ വേർ ഹീ ലിവ്സ്, അവൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ സെൻറ്റൻസസ് ബിലോ ഈസ് ഇൻ ഗുഡ് ഇംഗ്ലീഷ്. അതായത് നല്ല ഇംഗ്ലീഷ് എന്താണ്? സംസാര ഭാഷയിൽ നമുക്ക് ഏറ്റവും ഉചിതമായി തോന്നുന്ന പ്രയോഗം എന്താണ് എന്നാണ് ചോദ്യം. യു ക്യാൻ മീറ്റ് മീ ദിസ് ആഫ്റ്റർനൂൺ. ബി എന്നതാണ് കറക്റ്റ് ആൻസറായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. യു ക്യാൻ മീറ്റ് മീ ദിസ് ആഫ്റ്റർനൂൺ എന്നതാണ്. ബാക്കിയുള്ളതിലെല്ലാം തെറ്റായ പ്രയോഗങ്ങളാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷ്യയോഗ്യമായത് എന്നർത്ഥം വരുന്ന, ഭക്ഷിക്കാൻ സാധിക്കുന്നത് എന്നർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ്, ഒരു വൺ വേർഡാണ്. വൺ വേർഡ് എന്നത് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഏതൊരു എക്സാമിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് ഫോർ ദാറ്റ് വിച്ച് ഈസ് ഫിറ്റ് ടു ബി ഈറ്റൺ എന്നാണ്. അപ്പോൾ എഡിബിൾ എന്നാണ്. നമ്മൾ എഡിബിൾ ഓയിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ഭക്ഷ്യ എണ്ണ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എഡിബിൾ എന്ന വാക്കാണ്. എട്ടാമത്തെ എന്താ? പിക്ക് ഔട്ട് ദ ഇൻകറക്റ്റ്ലി റിട്ടൺ കോമ്പൗണ്ട് വേർഡ് എന്നാണ്. അത് 2 വാക്കുകൾ കൂടിച്ചേർന്ന്, 2 അതിലധികമോ പദങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് മറ്റൊരു പദമായി മാറുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുക? കോമ്പൗണ്ട് വേർഡ് എന്ന് വിളിക്കുക. ഇപ്പോൾ അടുത്ത എല്ലാ എക്സാമിനും അത് സിലബസ് പ്രകാരം നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുക്കാം. വെണ്ണ എന്നതിന് ഇംഗ്ലീഷിൽ നമ്മൾ ബട്ടർ എന്ന് പറയും. വെണ്ണ പ്ലസ്
പറക്കുക എന്നതിന് ഇംഗ്ലീഷിൽ ഫ്ലൈ എന്ന് പറയും. ഈസ് ഈക്വൽ ടു പൂമ്പാറ്റ. അപ്പോൾ പൂമ്പാറ്റ എന്ന പുതിയൊരു പദമുണ്ടായി. ഏതൊക്കെ കൂടി ചേർന്നപ്പോഴാണ് ഉണ്ടായത്? ബട്ടർ എന്ന ഒരു നൗണും ഫ്ലൈ എന്ന വേർബും കൂടി ചേർന്നപ്പോഴാണ് ബട്ടർഫ്ലൈ എന്ന ഒരു കോമ്പൗണ്ട് വേർഡ് ഉണ്ടായത്. ഈ തന്നിരിക്കുന്നതിൽ തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ കോമ്പൗണ്ട് വേർഡ്സിനെ നമുക്ക് മൂന്നായി തരത്തിരിക്കാം. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ്, പിന്നെ ക്ലോസ്ഡ്, അതായത് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത്, രണ്ട് വാക്കുകൾ തമ്മിൽ ഒരു വിടവുണ്ടാവും, ഗ്യാപ്പ് ഉണ്ടാവും. മറ്റത് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡാണ്, അത് രണ്ട് വാക്കുകളും അടുത്തടുത്ത് വരുന്നതാണ്. പിന്നെയുള്ളത് ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡാണ്. ഈ മൂന്ന് സെക്ഷനാണ്. ഈ മൂന്ന് സെക്ഷനെ മിക്സഡ് ആയിട്ട് ചോദിച്ചിട്ട് അതിൽ തെറ്റായതാണ് പറഞ്ഞത്. ആൻസർ സി എന്നതാണ്, ഫുട്ബോൾ എന്നതാണ്. ഫുട്ബോൾ എന്നതാണ് തെറ്റായിട്ട് അവിടെ വന്നിട്ടുള്ളത്. കാരണം എന്താ? അതൊരു ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡാണ്. ഐഡൻറ്റിഫൈ ദ പെയർ ഓഫ് വേർഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് സിംഗുലർ ആൻഡ് പ്ലൂറൽ. ഏകവചന രൂപത്തിലും ബഹുവചന രൂപത്തിലും നമുക്ക് ഒരേപോലെ എഴുതാൻ പറ്റുന്ന നാമങ്ങൾ ഇംഗ്ലീഷിലുണ്ട്. അതിൽ വരുന്ന നാമങ്ങളാണ് ഷീപ്പ് എന്നതും എയർക്രാഫ്റ്റ് എന്നതും. സിംഗുലർ ഫോമിൽ പ്ലൂറൽ ഫോമിൽ ഒരേപോലെ എഴുതാൻ പറ്റുന്നതാണ് ഷീപ്പ് എന്നതും എയർക്രാഫ്റ്റ് എന്നതും. ആൻസർ സി എന്നതാണ്. എട്ടാമത്തത് ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ഫ്രേസൽ വെർബ്? ടു ഹോൾഡ് അപ്പ് എന്നതിൻ്റെ മീനിങ് ആണ് നമ്മളോട് ചോദിച്ചത്. ടു ഹോൾഡ് അപ്പ് എന്നതിൻ്റെ മീനിങ് ആണ് തടഞ്ഞു വെക്കുക എന്ന അർത്ഥം വരുന്നൊരു പ്രയോഗമാണ്, അല്ലെങ്കിൽ വൈകിപ്പിക്കുക എന്നൊരർത്ഥം വരുന്ന പ്രയോഗമാണ്. യെസ്, ഉത്തരം ടു ഡിലേ എന്നാണ്. ടു ഡിലേ എന്നാണ്, ഡി എന്നതാണ് ആൻസർ. ഒൻപതാമത്തെ ഇഡിയമാണ് നമ്മളോട് ചോദിച്ചത്. ദ ഇഡിയം എ സ്ക്വയർ പെഗ് ഇൻ എ റൗണ്ട് ഹോൾ എന്നാണ്. അതിൻ്റെ മീനിങ് ആണ് നമ്മളോട് ചോദ്യം. ഇപ്പോൾ ഇഡിയം എന്നത് കുറേ എണ്ണം നമ്മൾ പഠിച്ചു വെച്ചാൽ, പ്രീവിയസ് പഠിച്ചു വെച്ചാൽ ഒരു മാർക്ക് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ആൻസർ ബി എന്നതാണ്. ടു ബി അൺഫിറ്റ് ഫോർ എ പോസ്റ്റ് ഓർ പൊസിഷൻ എന്നാണ്. ടു ബി അൺഫിറ്റ് ഫോർ എ പോസ്റ്റ് ഓർ എ പൊസിഷൻ എന്നതാണ്. പത്താമത്തത്, ഇവിടുത്തെ ഒരു പ്രത്യേകത, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് പ്ലസ് ജെറണ്ടാണ് സർവീസ് സഹകരണ ബാങ്ക്. അപ്പോൾ ഒരേ കണ്ടൻറ്റ് തന്നെ, ഒരേ ചോദ്യത്തിൽ തന്നെ മോർ ദാൻ വൺ കണ്ടൻറ്റ്, അതാണ് ഒന്നിലധികം കണ്ടൻറ്റാണ് അവിടെ വരുന്നത്. അപ്പോൾ ആൻസർ പ്രകാരം എന്താ വരുന്നത്? യെസ്, എൻജോയ് എന്ന് വരുന്നുണ്ട്. എൻജോയ് പ്ലസ് എസ്, എൻജോയ്സ് എന്നാണ്. ഇനി എൻജോയ് എന്നവിടെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് എൻജോയിങ് എന്ന് വരുന്നുണ്ട് അല്ലേ? എൻജോയിങ് എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എൻജോയ്, എൻജോയ്സ്, പിന്നെ എൻജോയിങ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആൻസറായിട്ട് വേണ്ടത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. സബ്ജക്റ്റ് ഏതാ? മിനി എ, മിനി എ ചൈൽഡ് എന്നാണ്. മിനി എ എന്ന് വന്നാൽ തന്നെ നമുക്കറിയാം സിംഗുലറാണ്. അപ്പോൾ ഇവിടെ വന്നത് ചൈൽഡ് എന്നാണ്. മിനി എ പ്ലസ് സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വേർബ്. അപ്പോൾ ആൻസർ പ്രകാരം മിനി എ ചൈൽഡ് എൻജോയ്സ് സ്വിമ്മിങ് എന്നാണ്. മിനി എ ചൈൽഡ് എൻജോയ്സ് സ്വിമ്മിങ് എന്നാണ്. ആൻസർ ഡി എന്നതാണ്.